ഗണപതിക്ക് ആനത്തല വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ജന്മന ഗണപതി സുന്ദരനായിരുന്നു. ഒരു നാൾ പാർവതി നീരാട്ടിന് പോകും മുമ്പ് ഗണപതിയെ അന്തപുരത്തിന് പുറത്ത് കാവൽ നിർത്തി. ആരെയും അകത്തേക്ക് വിടരുത് എന്ന ശാസനയോടെ. ഇതൊന്നും അറിയാത്ത ശിവൻ അന്തപുരത്തിലേക്ക് പ്രവേശിക്കാനെത്തിയപ്പോൾ ദ്വാരപാലകനായ ഗണപതി വിട്ടില്ല. രണ്ടുപേരും തമ്മിൽ സംവാദങ്ങൾ നടന്നു. രക്ഷയുണ്ടായില്ല. അമ്മയുടെ സമ്മതമില്ലാതെ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് ഗണപതി ശഠിച്ചു. കോപിഷ്ഠനായ ശിവൻ തൻ്റെ ശൂലം കൊണ്ട് ഗണപതിയുടെ തലയെറുത്തു. കുളി കഴിഞ്ഞെത്തിയ പാർവതീദേവി മകനെ തലയെറുത്ത രൂപത്തിൽ കണ്ട് ക്രോധാകുലിയായി. കോപിഷ്ഠയായ പാർവതിയെ കണ്ട് ശിവൻ ഭയന്നോടി. വെളിയിൽ വന്നപ്പോൾ ആദ്യം കണ്ടത് ഒരു ആനയെയായിരുന്നു. ആ ആനയുടെ തല വെട്ടിയെടുത്ത് ഗണപതിയുടെ തലയ്ക്ക് പകരം കൂട്ടിച്ചേർത്ത് മന്ത്രശുദ്ധാദികൾ ചെയ്തു. തൽക്ഷണം ഗജമുഖനായി ആ കുട്ടി ഉയർത്തെഴുന്നേറ്റു. പുത്രനെ പരമശിവൻ സ്നേഹപൂർവ്വം ലാളിച്ച് അനുഗ്രഹിച്ച് ഗണേശനായി അഭിഷേകം ചെയ്തു.